എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിൽ വൻ കവർച്ച. കോഴിക്കോട്ടെ ഈസ്റ്റ് നടക്കാവിലെ വീട്ടിൽ നിന്ന് 26 പവൻ സ്വർണ്ണമാണ് മോഷണം പോയത്. നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നയൻതാര വിവരങ്ങളുമായി ചേരുകയാണ്. നയൻതാര, ഇത് പരാതി കൊടുത്തിരിക്കുന്നത് എന്നാണ് ഈ മോഷണം നടന്നതായി പറയുന്നത് എന്നാണ്? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മൊത്തം കഴിഞ്ഞ സെപ്റ്റംബർ 22-നും 30-നും ഇടയിലാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇന്നലെ രാത്രിയാണ് പരാതി നൽകുന്നത്. MTയുടെ ഭാര്യ സരസ്വതി ടീച്ചറാണ് നടക്കാവ് പോലീസിൽ പരാതി നൽകുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സ്വർണം എന്ന് പറഞ്ഞാൽ 26 പവൻ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 15 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതായത് 3 മാലകൾ, ഓരോ മാലയും 3, 4, 5 പവൻ തൂക്കം വരുന്നതാണ്. 3 പവൻ്റെ ഒരു വള, 3 പവൻ തൂക്കം വരുന്ന 2 ജോഡി കമ്മൽ, കൂടാതെ ഡയമണ്ട് പതിച്ച ഓരോ ജോഡി കമ്മലും, ഡയമണ്ട് പതിച്ച 2 പവൻ്റെ ഒരു ലോക്കറ്റും, മരതകം പതിച്ച 1 പവൻ്റെ ലോക്കറ്റ്, മൊത്തം 26 പവൻ്റെ സ്വർണ്ണമാണ് കളവ് പോയതെന്നാണ് അറിയുന്നത്. 15 ലക്ഷം രൂപ വില വരും എന്നും പറയുന്നു. അതായത് ഇവർ കരുതിയിരുന്നത് ഇത് വീട്ടിലുള്ള അല്ലെങ്കിൽ ലോക്കറിലോ മറ്റോ ആയിരിക്കും സ്വർണ്ണമെന്നാണ്. പിന്നീട് ഈ സ്വർണം അന്വേഷിച്ചപ്പോഴാണ് വെച്ച സ്ഥലത്ത്, അതായത് MTയുടെ കൊട്ടാരം റോഡിലുള്ള ഈ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് കരുതിയിരുന്നത്. തുടർന്ന് നോക്കിയപ്പോഴാണ് ഈ സ്വർണം അവിടെ കാണാതായത്. തുടർന്നാണ് സരസ്വതി ടീച്ചർ നടക്കാവ് പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ഇവിടെ എത്തും, പരിശോധന നടത്തും. അതായത് ഇവിടെ അടുത്തടുത്ത് വീടുകളാണ്. അതുകൊണ്ട് തന്നെ വീട് കുത്തി തുറന്ന് അല്ലെങ്കിൽ ഈ വീട്ടിൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇവരാരും പുറത്തു പോയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതായത് അതിക്രമിച്ച് കയറുന്ന നേരത്തിൽ ആർക്കും കയറാൻ സാധിക്കാത്ത ഭാഗമായി പൂട്ട് പൊളിക്കുകയോ ജനലുകൾ തകർക്കുകയോ ഗ്ലാസുകൾ ചില്ലുകൾ പൊട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആ വീട്ടിൽ നടന്നിട്ടുണ്ടോ? മൊത്തി അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വിധത്തിലുള്ള ഒരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. മറ്റൊരു കാര്യം എന്നത് MTയുടെ വീട്ടിൽ CCTV ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എളുപ്പം അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ അറിയില്ല. അതുകൊണ്ട് അതായത് വീട്ടിൽ നിന്നും വീട്ടിലല്ലാത്ത പുറത്തു നിന്നും MTയെ കാണുന്നതിനും മറ്റും ആളുകളൊക്കെ എത്തുന്നുണ്ട്. ആ ഒരു കാര്യമൊക്കെ ഉൾപ്പെടെ പരിശോധിച്ചായിരിക്കും അന്വേഷണം നടക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും അല്പസമയം കൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവ ഇവിടെ എത്തും. അന്വേഷണം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. മോത്തി കഴിഞ്ഞ അതായത് സെപ്റ്റംബർ 22-നും 30-നും ഇടയിലാണ് മോഷണം നടന്നത് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി മോഷ്ടാവിനെ കണ്ടെത്തുക എന്നത് എളുപ്പമായിരിക്കുമോ എന്ന് അറിയില്ല. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തുകയും ചെയ്യും. 26 പവൻ്റെ സ്വർണ്ണമാണ്, 15 ലക്ഷത്തോളം വിലമതിക്കുന്ന സ്വർണ്ണമാണ്. വീട്ടിൽ ആളുകൾ ഉള്ളപ്പോൾ തന്നെയാണ് ഈ ഒരു മോഷണം നടന്നത് എന്നതാണ് അതിശയിപ്പിക്കുന്നത്. വീട്ടുകാരും അറിഞ്ഞിട്ടില്ല. എന്തായാലും വീട്ടിൽ ആരെങ്കിലും സഹായത്തിനായി വരുന്നവരുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ വന്നു പോകുന്ന മറ്റാരെങ്കിലും ഉണ്ടോ, വന്നിട്ട് അന്നേ ദിവസം വന്നു പോയ ആരെങ്കിലേക്കും അങ്ങനെ ആ തരത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടോ? സ്വാഭാവികമാണല്ലോ അങ്ങനെയൊക്കെ ഒരു അന്വേഷണം വ്യാപിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായും അതായത് ആ രീതിയിലേക്കായിരിക്കും അന്വേഷണം പോവുക എന്നത് തന്നെയാണ്. കാരണം MTയെ കാണാൻ വേണ്ടി ദിവസവും ഒരുപാട് പേർ ഇവിടെ എത്തുന്നുണ്ട്. കൂടാതെ വീട്ടിൽ ജോലിക്കാരുൾപ്പെടെ നമുക്കറിയില്ല ഉണ്ടാവുമായിരിക്കും. ആ രീതിയിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടിയിരിക്കുന്നു. ആ രീതിയിലേക്കായിരിക്കും അന്വേഷണം പോവുക. എന്തായാലും പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കും. ഈ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അടക്കമുള്ള സംഘം പരിശോധനയ്ക്കായി എത്തുമോ? അത് എപ്പോഴത്തേക്കായിരിക്കും എത്തുക? അത് നമുക്ക് ലഭിച്ച വിവരം എന്നത് ഒരു 9 മണിക്ക് ശേഷം ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തുമെന്നാണ് അറിയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസമായി 22-നും 30-നും ഇടയിലാണ് ഈ ഒരു മോഷണം നടക്കുന്നത്. കുറച്ച് സ്വർണ്ണമൊന്നും അല്ല, 26 പവൻ്റെ സ്വർണ്ണമാണ്, 15 ലക്ഷം രൂപ വില വരുന്നതാണ്. സ്വാഭാവികമായും നമ്മൾ കരുതുക നമ്മൾ വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ടാവുമെന്നാണ്. മറ്റൊരു കാര്യം ഇവർ ചിന്തിച്ചത് ലോക്കറിലോ മറ്റോ ആയിരിക്കുമെന്നും ചിന്തിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ സ്വർണം നോക്കിയതിനെ തുടർന്ന് അവിടെ യഥാസ്ഥലത്ത് ഇല്ല എന്ന് മനസ്സിലാക്കി സരസ്വതി ടീച്ചർ ഇന്നലെ രാത്രി നടക്കാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു.
എന്തായാലും നമുക്കറിയാം, എഴുത്തുകാരൻ നമ്മൾക്കേറെ ബഹുമാനിക്കുന്ന വ്യക്തി MT വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം റോഡിലുള്ള വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. 26 പവൻ്റെ സ്വർണം, മരതകം അല്ലെങ്കിൽ ഡയമണ്ട് ഉൾപ്പെടെയുള്ളവ പതിച്ച ലോക്കറ്റുകളും കമ്മലുകളും വളയും എല്ലാം ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നടക്കാവ് പോലീസ് എന്തായാലും 9 മണിക്ക് ശേഷം ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നതായിരിക്കും. ഇത് സമയത്ത് പരാതി നൽകാൻ കഴിയാതെ പോയത് അപ്പോഴൊന്നും ഈ മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കണം അല്ലേ? അതെ, അതാണ് നേരത്തെ പറഞ്ഞത്. ആ സമയത്ത് സ്വാഭാവികമാണല്ലോ, നമ്മൾ ഒരു ഏതാ സ്ഥലത്തുണ്ടാവും എന്ന് കരുതുന്നു, നമ്മളെന്നും നോക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അത് നോക്കുന്നത്, ഈ സ്വർണം അവിടെ ഉണ്ടോ എന്ന്. പക്ഷെ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ദിവസം എടുത്തു എന്നുള്ളതാണ്. അപ്പം തന്നെ പരാതി നടക്കാവ് പോലീസിന് നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ വിലയൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ദിനം പ്രതി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ മനസ്സിലാക്കി ആരോ ഇത് പണി ഒപ്പിച്ചതായിരിക്കണം. പക്ഷെ എന്നാലും അത് ആര് എന്നത് കണ്ടെത്തുക പോലീസിന് ശ്രമകരമായിരിക്കും, CCTV ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ന് നയൻതാര പറയുമ്പോഴും CCTV സംവിധാനങ്ങളൊക്കെ ഇത്ര വ്യാപകമാവുന്നതിന് മുൻപും കേസ് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവരെത്തി വിരലടയാള വിദഗ്ധരും ഒക്കെ എത്തുമ്പോഴത്തേക്കും അതിനൊരു തുമ്പ് കിട്ടുമെന്ന് തന്നെ കരുതാം അല്ലേ? തീർച്ചയായും മോത്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്തടുത്ത വീടുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുത്തി തുറന്നോ അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിച്ചോ അത്തരത്തിലുള്ളൊരു സംഭവം ഈ വീട്ടിലില്ല. എന്തായാലും ഈ MT അല്ലെങ്കിൽ സരസ്വതി ടീച്ചർക്കും ഇതൊരു വാർത്തയാക്കണ്ട എന്ന തരത്തിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ വന്നതിൽ, മാധ്യമപ്രവർത്തകർ എത്തിയതിൽ അസംതൃപ്തരാണ്. എങ്കിൽ കൂടിയും പരാതി പോലീസിൽ ലഭിച്ചിട്ടുണ്ട്.